എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. മേടമാസ ശുക്ലപക്ഷത്തിലെ 3-ാം ദിനമായ തൃതീയ ദിവസത്തിനെ പാവനമായ അക്ഷയ തൃതീയ എന്നറിയപ്പെടുന്നു. ഈ വർഷം ഏപ്രിൽ 19-ാം തീയതി 2026 ഞായറാഴ്ച ദിവസം അക്ഷയ തൃതീയ ദിവസമായി പഞ്ചാംഗത്തിൽ കാണപ്പെടുന്നു. അക്ഷയ എന്ന വാക്കിൻ്റെ അർത്ഥം ഒരിക്കലും നശിക്കാത്ത, ശാശ്വതവും അനന്തവുമായത് എന്നാകുന്നു. ഈ ദിവസം ചെയ്യുന്ന ദാനധർമ്മങ്ങൾ, സത്കർമ്മങ്ങൾ, പൂജ ഇവയാദി അക്ഷയഫലം നൽകുന്നു എന്നാണ് വിശ്വാസം. അങ്ങനെ നശിക്കാത്ത പുണ്യം നൽകുന്ന വൈശാഖ മാസത്തിലെ ഈ തൃതീയ ദിവസത്തിനെ അക്ഷയ തൃതീയ എന്ന് വിളിക്കുന്നു. സൂര്യനും ചന്ദ്രനുമായ ഗ്രഹങ്ങളുടെ തേജസ് ഈ ദിവസം ഉച്ചഘട്ടത്തിൽ കാണപ്പെടുന്നു. ഈ ദിവസം അനുഷ്ഠിക്കുന്ന കർമ്മങ്ങളുടെ ഫലപ്രാപ്തി അക്ഷയമായതിനാൽ സത്കർമ്മങ്ങളോടൊപ്പം മംഗളകാര്യം കുറിക്കുവാനും ഈ ദിവസം ഉത്തമമാണ്. സമൃദ്ധിയുടെ ദിവസമായി കരുതപ്പെടുന്ന ഈ ദിനം ദിവസം മുഹൂർത്തം നോക്കാതെ ശുഭമംഗള കാര്യങ്ങൾ തുടങ്ങുവാനും നല്ലതാണ്. ഗ്രഹപ്രവേശം, ചോറൂണ്, കല്യാണ മുഹൂർത്തം, വസ്തുവാഹനങ്ങൾ വാങ്ങുക, പുതിയ വ്യാപാരം, നിക്ഷേപണങ്ങൾ തുടങ്ങുക, അങ്ങനെ എല്ലാ ശുഭകാര്യങ്ങൾ തുടങ്ങുവാനും നല്ല ദിവസമായി കരുതപ്പെടുന്നതാണ്. ഇന്നേ ദിവസമാണ് ഭഗവാൻ വിഷ്ണുവിൻ്റെ അവതാരമായ പരശുരാമനും ബലഭദ്രനും ജനിച്ച ദിവസമായി കരുതപ്പെടുന്നത്. ഈ ദിവസം ബലഭദ്ര ജയന്തി, പരശുരാമ ജയന്തി, കർഷക ജയന്തി ഇവ ആചരിക്കുന്നു. വിഷ്ണുധർമ്മ സൂക്തപ്രകാരം ഇന്നേ ദിവസം ലക്ഷ്മി ദേവിയോടൊപ്പം വിഷ്ണു ഭഗവാനെ ആരാധിച്ച് അഗ്നിക്ക് സമർപ്പിച്ച് ദാനധർമ്മങ്ങൾ ഇവയാദി നൽകിയാൽ അക്ഷയ പുണ്യ ഫലപ്രാപ്തി ഉണ്ടാവും എന്നുള്ള ഉല്ലേഖനമുള്ളവയാണ്. പിതൃശ്രാദ്ധ കർമ്മങ്ങളോടൊപ്പം കുലദൈവ ആരാധനയും ഏറെ പുണ്യം നൽകുന്നതാണ് ഈ ദിവസം. മുനി ഭഗീരഥൻ തപസ്യയിലൂടെ ഗംഗാനദിയെ ഭൂമിയിലേക്ക് ആനയിച്ചതും ഈ തൃതീയ ദിവസമായി കരുതപ്പെടുന്നു. ആദിപരാശക്തി അമ്മയുടെ ഭാവമായ ശ്രീ രാജമാതംഗിയുടെ അവതാരവും ഈ ദിവസമാണ് കരുതപ്പെടുന്നത്. പാർവതീ ദേവി അന്നപൂർണേശ്വരിയായിട്ട് അവതാരം കൊണ്ടതും ഈ ദിനമാണ്. പാണ്ഡവർക്ക് കൃഷ്ണഭഗവാനിൽ നിന്നും അക്ഷയപാത്രം ലഭിച്ചതും ഈ ദിവസമാണ്. ജഗദ്ഗുരുവായി അറിയപ്പെടുന്ന ശ്രീ ആദി ശങ്കരാചാര്യർ ഇന്നേ ദിവസമാണ് സ്വർണ്ണനെല്ലിക്ക മഴ പെയ്യിച്ച് ലോക നന്മയ്ക്ക് വേണ്ടി കനകധാര സ്തോത്രം ചൊല്ലിയത്. ലക്ഷ്മി നാരായണ സമാഗമമായി കരുതപ്പെടുന്ന ഈ ദിവസമാണ് ഭഗവാൻ വിഷ്ണു ലക്ഷ്മി ദേവിയെ അർദ്ധാംഗിനിയായി സ്വീകരിക്കുന്നത്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ലക്ഷ്മി നാരായണ സങ്കല്പത്തിലാണ് ഇന്നേ ദിവസം ദർശനം നൽകുന്നത്. ഇത്രയും പ്രാധാന്യം ഈ ദിവസത്തിന് ഉള്ളവയെന്നാൽ പുരാണ കാലങ്ങളിൽ അന്നം, ജലം, ഭക്ഷണം, മോര്, പാല്, ചെരുപ്പ്, കുട ഇവയാദി ദാനധർമ്മങ്ങൾ ചെയ്ത് ശേഷവേ ജലപാനം ഗ്രഹിക്കുന്നുണ്ടായിരുന്നുള്ളൂ. ഇന്നേ ദിവസം ഖണ്ഡകി നദിയിലെ ശാലിഗ്രാമ കല്ലുകളിൽ നിന്നും സ്വർണം ഉത്ഭവിച്ചെന്നാൽ സ്വർണത്തിൻ്റെ ജന്മദിനമായി കരുതപ്പെടുന്നതാണ്. ഈ വിശ്വാസപ്രകാരമാണ് ഇന്നും ആൾക്കാർ വീട്ടിലേക്ക് അക്ഷയ തൃതീയ ദിവസം സ്വർണം വാങ്ങിക്കൊണ്ടുവരുന്നത്. അങ്ങനെ ഈ പാവനമായ അക്ഷയ തൃതീയ ദിവസം ദാനധർമ്മങ്ങൾ ഇവയാദി നൽകി എന്നും ക്ഷയിക്കാത്ത അക്ഷയ പുണ്യഫലങ്ങൾ നമുക്ക് നേടാം. ആവശ്യമുള്ളവർക്ക് അന്നം, ജലം, വസ്ത്രം ഇവയാദി നൽകാം. വൃക്ഷങ്ങൾ, പക്ഷി, മൃഗങ്ങൾ ആദിക്ക് ഭക്ഷണവും ജലവും നൽകാം. പിതൃകർമ്മങ്ങളും കുലദൈവ പൂജയും നിഷ്ഠയോടെ കൂടെ തന്നെ ചെയ്യാം. അതിഥികളെ ഉപചരിക്കാം. അങ്ങനെ ഈ പുണ്യകർമ്മങ്ങളിലൂടെ ക്ഷയിക്കാത്ത അക്ഷയ പുണ്യവും ഐശ്വര്യവും നമുക്ക് ഈ അക്ഷയ തൃതീയയിൽ നേടാം.